8 നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ്, ലേവ്യർ 8:33. അഭിഷേകത്തിന്റെ ദിവസങ്ങൾ തീരും വരെ 7 ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ നിന്ന് പുറത്തു പോകരുത്. എന്നാൽ അഭിഷേകത്തിന് 7 ദിവസം വേണം. അഭിഷേകത്തിന്റെ ദിവസങ്ങൾ തീരും വരെ 7 ദിവസത്തേക്ക് പിടിയാലെ കെട്ടിയിട്ടതുപോലെ, കുറ്റിയിൽ കെട്ടിയതുപോലെ സമാഗമ കൂടാരത്തിന്റെ അകത്തിരിക്കണം. എന്നാൽ അഭിഷേകത്തിന് 7 ദിവസം വേണം. എന്ന് വെച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടുന്നതല്ല അഭിഷേകം. അതിന് ഇരിപ്പ് ആവശ്യമുണ്ട്, തപസ് ആവശ്യമുണ്ട്. 7 ദിവസം എന്നത് ബൈബിളിൽ പൂർണ്ണതയാണ്. നിത്യമായ ഒരു ശ്രമം എന്നാണ് അർത്ഥം കൂടി. കേവലം 7 ദിവസം കൊണ്ട് ലഭിക്കുമെന്നല്ല, നിത്യമായ ഒരു ശ്രമം കൊണ്ടല്ലാതെ ഒരു അഭിഷേകം പ്രാപിക്കാമെന്ന് ആരും കരുതരുത്. സമാഗമ കൂടാരത്തിൽ ചുറ്റിപ്പറ്റി നടന്നിട്ടും കാര്യമില്ല, അകത്തിരിക്കണം. എന്ന് വെച്ചാൽ വില കൊടുക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണ് അഭിഷേകം. അങ്ങനെ വില കൊടുത്താൽ അഭിഷേകം കിട്ടാതെ പോവുകയുമില്ല. വില കൊടുത്ത ആർക്കും അഭിഷേകം കിട്ടാതെ പോയിരുന്നിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം നാം കേട്ടിട്ടുമില്ല. അതുകൊണ്ട് അഭിഷേകം വരാൻ കാത്തിരിക്കുമ്പോൾ 7 ദിവസം സമാഗമ കൂടാരത്തിന്റെ വാതിക്കൽ വിട്ടുപോകാതെ അകത്തിരിക്കണം, തപസ്സെടുക്കണം, വില കൊടുക്കണം. അത് നിനക്ക് അഭിഷേകമായി തിരിച്ചു കിട്ടും. നീ തലതാഴ്ത്തിയ മണ്ണിൽ നീ തല ഉയർത്തി നിൽക്കും. ഇത് കാണാനൊരു ഭാഗ്യം 8 നോമ്പിന്റെ ദിവസങ്ങളിൽ, ഈ 7 ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അനേകർക്ക് ലഭിക്കട്ടെ. ആമേൻ. രക്തബന്ധങ്ങൾ തോൽക്കും വിധമെന്നും ശക്തമാണല്ലോ നിന്നോടൻ ബന്ധം. രക്തബന്ധങ്ങൾ തോൽക്കും വിധമെന്നും ശക്തമാണല്ലോ നിന്നോടൻ ബന്ധം. പ്രാർത്ഥന ഉയരുന്നു പരിമള ധൂപം പോൽ, മറിയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നു.